നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ധന്യ AP, ചീഫ് ഫിസിഷ്യൻ RXL മൾട്ടി സ്പെഷ്യാലിറ്റി ഹോമിയോ ക്ലിനിക്, കലൂർ, കൊച്ചിൻ. ഇന്നത്തെ വിഷയം ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നിങ്ങൾക്ക് ടെൻഷനോ സ്ട്രെസ്സോ കൂടുമ്പോൾ പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടോ? ഭക്ഷണം കഴിച്ച ഉടനെയോ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോഴോ വയറ് വേദനയോട് കൂടെയോ അല്ലാതെയോ പല പ്രാവശ്യം മലമൂത്ര വിസർജനം നടത്തേണ്ടി വരിക, അല്ലെങ്കിൽ വയറിലെ ഗ്യാസ് നിറഞ്ഞ് സ്തംഭിച്ചിരിക്കുക എന്നീ അസ്വസ്ഥതകൾ ദീർഘകാലമായി നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അഥവാ IBS എന്ന രോഗാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. IBS എന്ന രോഗമുള്ളവർക്ക് അത് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് ജീവിത നിലവാരത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതിരിക്കുക, എല്ലാവരും ഒരുമിച്ചൊരു യാത്രയ്ക്ക് പോകാൻ പറ്റാതിരിക്കുക, കൃത്യസമയത്ത് ഓഫീസിലോ സ്കൂളിലോ എത്തിപ്പെടാൻ പറ്റാതിരിക്കുക, ഒരു മീറ്റിംഗിൽ ദീർഘനേരം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. ഇത് ക്രമേണ ഇങ്ങനെയുള്ളവരിൽ ആത്മവിശ്വാസക്കുറവും അപകർഷതാബോധവും ഉണ്ടാകും. പ്രായമായവരിൽ മാത്രമല്ല, സ്കൂളിൽ പോകുന്ന ചെറിയ കുട്ടികളിൽ പോലും IBS കണ്ടുവരാറുണ്ട്. ഇതിനൊരു പ്രതിവിധിയുണ്ടോ? തീർച്ചയായും. വ്യക്തിഗതമായ മികച്ച ഹോമിയോ ചികിത്സയിലൂടെ IBS എന്ന രോഗത്തിൽ നിന്ന് പരിപൂർണമായ സൗഖ്യം ലഭ്യമാണ്. IBSനെ പറ്റി കൂടുതൽ അറിയാം. IBS ഗ്രഹിണി എന്നും മലയാളത്തിൽ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ക്രമം തെറ്റിയ ശോധന, അതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. ചിലരിൽ അത് വയറിളക്കമായും ചിലരിൽ അത് മലബന്ധമായും കാണാറുണ്ട്. ഈ രോഗത്തിന് ഒരാളുടെ മാനസിക സമ്മർദ്ദ നിലയുമായി വളരെയധികം ബന്ധമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമാണ് ഓരോരുത്തരുടെയും ഭക്ഷണക്രമവും ഭക്ഷണശീലവും വ്യായാമശീലങ്ങളും. ഗട്ട് ഈസ് അവർ സെക്കൻഡ് ബ്രെയിൻ എന്നൊരു ചൊല്ലുണ്ട്. കുടൽ നമ്മുടെ രണ്ടാമത്തെ തലച്ചോറാണ്. അമിതമായ മാനസിക സമ്മർദ്ദം, അതായത് ഉത്കണ്ഠ, ഭയം, വിഷാദം എന്നിവയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ ശരീരത്തിൽ അഡ്രിനാലിൻ, കോർട്ടിസോൾ തുടങ്ങിയ സ്ട്രെസ് ഹോർമോൺസ് അധികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇങ്ങനെ വരുമ്പോൾ IBS ഉള്ള രോഗികളിൽ അവരുടെ വളരെയധികം സെൻസിറ്റീവായ കുടലുകൾ അമിത വേഗത്തിൽ ചലിക്കുകയും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ, അത് കുടലിൽ എത്തുന്ന ഉടനെ തന്നെ പൂർണ്ണമായി ദഹിക്കാതെ വയറുവേദന അനുഭവപ്പെടുകയും മലമൂത്ര വിസർജനം ചെയ്യുവാനുള്ള ശങ്ക തോന്നുകയും ചെയ്യുന്നു. വയറിൽ ഗ്യാസ് കയറി സ്തംഭിച്ചു നിൽക്കുക, നെഞ്ചരിച്ചിൽ, മലത്തിൽ കഫം പോവുക എന്നീ ലക്ഷണങ്ങളും ഇതോടൊപ്പം കാണാറുണ്ട്. എന്നാൽ മലത്തിൽ രക്തം പോവുകയോ അമിതമായി ശരീരഭാരം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ കൃത്യമായ വൈദ്യസഹായം നേടേണ്ടതുണ്ട്. പാല്, ഗോതമ്പ് തുടങ്ങിയുള്ള ഭക്ഷണ സാധനങ്ങളോടുള്ള അലർജി, ജനിതകമായ കാരണങ്ങൾ, അതായത് പാരമ്പര്യമായും ഈ IBS വരാം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ശക്തമായി ഭക്ഷ്യവിഷബാധ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ IBS വരാനുള്ള സാധ്യതയുണ്ട്. IBS രോഗികളിൽ അവരുടെ ദഹനേന്ദ്രിയങ്ങളിലോ കുടലുകളിലെ കോശങ്ങളിലോ ഘടനാപരമായ ചേഞ്ചസ്, അതായത് സ്ട്രക്ചറൽ പതോളജീസ് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ, ലാബ് റിപ്പോർട്ട്സ്, ഫൈൻഡിങ്സിലെല്ലാം നോർമൽ ഫൈൻഡിങ്സ് ആയിരിക്കും. എന്നാൽ ഈ നോർമൽ ഫൈൻഡിങ്സ് ആണെന്ന് കരുതി അതിന് നിസ്സാരമായി തള്ളിക്കളയാൻ പാടില്ല. ദീർഘകാലം ഈ രോഗാവസ്ഥ തുടർന്നാൽ പൈൽസ് പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ അഥവാ നിർജ്ജലീകരണം സംഭവിക്കുകയും നമ്മുടെ ശരീരത്തിലെ സോഡിയം, പൊട്ടാഷ്യം പോലുള്ള ഇലക്ട്രോലൈറ്റ്സിന്റെ അസന്തുലിതാവസ്ഥ ശരീരത്തിൽ ഉണ്ടാവുകയും പൂർണ്ണമായി ദഹനം സംഭവിക്കാതെ മലവിസർജനം നടത്തേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതായത് പോഷകക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയും അതുകൊണ്ടുണ്ടാവുന്ന മറ്റു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ IBS എന്ന രോഗം കുറെ നാൾ അനുഭവിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള മാനസിക പിരിമുറുക്കം കൊണ്ട് ക്രമേണ വിഷാദ രോഗവും ഉറക്കക്കുറവും ഉണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. ഹോമിയോ ചികിത്സയിൽ IBS രോഗികൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഏറ്റവും വേഗത്തിൽ പരിപൂർണ സൗഖ്യം നൽകാൻ സാധ്യമാണ്. അനേകായിരം IBS രോഗികൾക്ക് ഹോമിയോ ചികിത്സ വഴി പരിപൂർണമായ ആശ്വാസം നൽകാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മരുന്നിനോടൊപ്പം തന്നെ ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ വരുത്തുന്നത് അത്യാവശ്യമാണ്. കൃത്യമായ വ്യായാമം, ഉറക്കം, മെഡിറ്റേഷൻ പോലുള്ള റിലാക്സേഷൻ എക്സസൈസുകൾ എല്ലാം ഇതിന് ഗുണം ചെയ്യും. ഭക്ഷണക്രമത്തിൽ ഭക്ഷണം നന്നായി ചവച്ചരച്ച് സാവകാശം ഇറക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒത്തിരി മസാലയുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. കാപ്പി, മദ്യം തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെ ഹോമിയോപ്പതി IBSന്റെ മൂലകാരണമായ മാനസിക സമ്മർദ്ദത്തെ കുറയ്ക്കുന്നത് വഴി നിങ്ങൾക്ക് ആരോഗ്യകരമായും സന്തോഷകരമായും വേദനയില്ലാതെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാനായി സഹായിക്കുന്നു.